തിരുവനന്തപുരം അണ്ടൂർക്കോണം പഞ്ചായത്ത് പള്ളിച്ചവീട് വാർഡിലെ NDA സ്ഥാനാർത്ഥിക്ക് കുറച്ച് അധികം പ്രത്യേകതകളുണ്ട്. എന്താണെന്നല്ലേ, നിലവിലെ തിരുവനന്തപുരം ജില്ലാ സോഷ്യൽ മീഡിയ പ്രഭാരിയായാണ് NDA സ്ഥാനാർത്ഥിയായ N ഹരികുമാർ. വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെയാണ് N ഹരികുമാർ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. അതൊന്ന് കാണാം. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ വാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ NDAയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. കാരണം BJP മീഡിയ സെൽ പ്രഭാരി കൂടിയാണ് അദ്ദേഹം. ഹരിച്ചേട്ടനാണ്. ഹരിച്ചേട്ടൻ ഇപ്പോൾ തകൃതിയേറിയ വോട്ടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലാസ്റ്റ് മിനിറ്റിലുള്ള ഒരു വോട്ട് പിടുത്തത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരെ കണ്ട് ആ ഒരു പത്രിക കൊടുക്കുന്ന ഒരു സമയത്തിലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഒരു തിരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ടെന്ന്? വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അതിൽ ഏറ്റവും അതിലുള്ളതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആളാണ് ഞാൻ. പ്രത്യേകിച്ച് എൻ്റെ പ്രവർത്തന പരിചയം, അതായത് ജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപഴകൽ, അത് ഇവിടെയുള്ള വോട്ടർമാർക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും വളരെ മുതിർന്ന ഒരു നേതാവാണ്. അതുപോലെ തന്നെ മീഡിയ സെൽ, BJPയുടെ സോഷ്യൽ മീഡിയ സെൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മുൻപ് NRI സെൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ് താങ്കൾ. അപ്പോൾ ഒരു ഡിജിറ്റലൈസേഷൻ, ഇപ്പോൾ SIRൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ നാട്ടിൽ കൊണ്ടുവരാൻ കൂടുതൽ താങ്കളെ കൊണ്ട് സാധിക്കും എന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. അതായത് ഇവിടെ വോട്ടവകാശമുള്ള എല്ലാവരും ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇവിടെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെയും പലപ്പോഴും നമുക്ക് മുൻകാലങ്ങളിൽ ആരാണ് എവിടെ നിന്നൊക്കെ ഉള്ള നമുക്കറിയാൻ സാധിക്കില്ല വോട്ടേഴ്സ് ലിസ്റ്റ് കണ്ടതിന്. ഇപ്പോൾ ഈ ഒരു സംവിധാനം വരുന്നതോടുകൂടി വളരെ സുതാര്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ തവണ നമുക്ക് വെറും കുറേ വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്കാണ് ഈ ഒരു വാർഡ് നഷ്ടപ്പെട്ടു പോയതെന്ന് അറിഞ്ഞു. അപ്പോൾ ആ ഒരു തിരിച്ചുപിടുത്തം നമുക്ക് ഇപ്രാവശ്യം ഇവിടെ സജ്ജമാകുമോ? തീർച്ചയായും സാധ്യമാകും. അതിന് ഉദാഹരണമാണ് എന്നോടൊപ്പം ഉള്ള ഈ പ്രവർത്തകർ. എല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. കാരണം ഞങ്ങൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം മുതൽ ഓരോ ദിവസവും ഞങ്ങൾ നിരന്തരം ഓരോ വീടാന്തരം ആണ് ഞങ്ങളുടെ പ്രവർത്തനം. അതായത് ഗ്രഹസമ്പർക്കമാണ് ഏറ്റവും വലിയ ഞങ്ങളെ മുതൽക്കൂട്ട്. ഞങ്ങളെല്ലാവരും ഇതിൽ എന്നോടൊപ്പം എൻ്റെ മുൻകാല നമ്മുടെ കൂടെ ഉള്ള പ്രവർത്തകരാണ് അധികമുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, വളരെ ശ്രദ്ധിക്കേണ്ടവരാണ്. ഇവിടെ ഈ പള്ളിപ്പുറം പാടശേഖരം എത്രയോ വർഷങ്ങളായിട്ട് തരിശുഭൂമിയാണ്, 100 കണക്കിന് ഏക്കർ. ഒരു കാലത്ത് ഇവിടുത്തെ നെല്ലറയായിരുന്നു ഈ പള്ളിപ്പുറം പാടശേഖരം എന്ന് പറഞ്ഞത്. അത് തരിശായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. അതുപോലെ യാതൊരു വികസനവും ഇവിടെ എത്തി നോക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ടെക്നോ സിറ്റിയും ടെക്നോ പാർക്കിനും ഇടയ്ക്കുള്ള ഒരു ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡാണിത്. യാതൊരു വികസനവും ഈ വാർഡിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വികസനം വരണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ മത്സരിക്കാനായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതോടൊപ്പം നമുക്ക് മറ്റൊരാളെ കൂടെ കാണിക്കേണ്ടതുണ്ട്. ഇത് മുൻപ് നമ്മുടെ ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്നു. ചേച്ചിക്ക് വെറും വളരെ ചുരുക്കം വോട്ടുകൾക്കാണ് ഇവിടുത്തെ സീറ്റ് നഷ്ടമായത്. അപ്പോൾ ഇപ്രാവശ്യം NDAക്ക് ഒരു പൂർണ്ണ വിജയം ഈ ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാ പ്രവർത്തകരും. തീർച്ചയായും ഹരിച്ചേട്ടൻ തന്നെ ഈ പ്രാവശ്യം ജയിക്കും. അതിന് കാരണം എന്താണെന്നാൽ ഈ വാർഡിൽ ഒരു വികസന പ്രവർത്തനങ്ങളോ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എല്ലാ ജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു മാറ്റം കൊതിക്കുന്നവരാണ്. ഒരു മാറ്റത്തിന് വേണ്ടി അവർ മാറി ചെയ്യുമെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഹരിച്ചേട്ടനോടൊപ്പം ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തകൃതിയേറിയ വോട്ട് പിടുത്തത്തിൽ തന്നെയാണല്ലോ അല്ലേ പ്രവർത്തകരെല്ലാവരും ഈ വാർഡിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഹരിച്ചേട്ടൻ്റെ കൂടെയാണ്. ഇവിടെ തന്നെ കണ്ടാലറിയാം, കൂടുതൽ പേര് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളെല്ലാവരും ഉറച്ച വിശ്വാസത്തിലോട് ഹരിച്ചേട്ടന് സപ്പോർട്ട് നൽകുകയാണ്. ഞാൻ ഇപ്പോൾ കണ്ടായിരുന്നു, ജാതി മത ഭേദമന്യേ എല്ലാവരും ചേട്ടനെ വളരെ ഇതോടുകൂടിയാണ് ബഹുമാനിക്കുന്നത്. ഒക്കെ ഒരു മുതിർന്ന നേതാവ് എന്നതിൽ ഏറ്റവും ഉദാഹരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമെന്നാണ് അവിടുത്തെ വീട്ടിലുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതൊക്കെ ഒരു പ്രചോദനമാണോ? ഞാനൊരു പ്രവാസിയാണ്. പ്രവാസ ലോകത്ത് എല്ലാ ജാതി മത സംഘടനയിൽപ്പെട്ട ആൾക്കാരും എന്നെ സമീപിക്കാറുണ്ട്. ഞാൻ അവരെ സഹോദരങ്ങളെ പോലെയാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ ഈ പൊതുസമൂഹത്തിൽ അത് അന്വേഷിച്ചാലറിയാം, വേർതിരിവില്ല. എല്ലാവരെയും ഒരേ കണ്ടുകൊണ്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് അവരും എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്. ഉറപ്പായിട്ടും അവരെല്ലാവരും എന്നെ സഹായിക്കും എന്നുള്ള പൂർണ്ണ ഉത്തമ വിശ്വാസം എനിക്കുണ്ട്.
എന്തായാലും തീർച്ചയായിട്ടും ഇത് ഒരു വീട്ടമ്മയാണ്. ചേച്ചി, എങ്ങനെയാണ് നമ്മുടെ NDAക്ക് തന്നെയാണോ ഇപ്രാവശ്യത്തെ? മോദിജിയുടെ ആളാണ് ഞാൻ, ഹരിയണ്ണനെ ചെയ്യുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നമ്മുടെ സീറ്റ് നമുക്ക് പോയി, വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ്. ഇപ്പോൾ താമസമായിട്ടൊരു 3 വർഷമേ ആയുള്ളൂ. ഞങ്ങൾ കഴക്കൂട്ട് ആറ്റൂർ ടെക്നോ പാർക്കിനടുത്താണ് താമസം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ BJPക്ക്, അവിടെ നമ്മൾ BJP ആണ്. കേന്ദ്രത്തിൽ വികസനമുള്ളത് കേരളത്തിലോട്ട് എത്തണമെങ്കിൽ BJP വന്നാലേ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് വല്ലതും കിട്ടണമെന്ന് നരേന്ദ്രമോദി സാർ വിചാരിച്ചാലേ കിട്ടുള്ളൂ. ഇനി അത് അങ്ങോട്ട് മുന്നോട്ട് അങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതുകൊണ്ട് BJPക്ക് ചെയ്യുള്ളൂ, ഹരിയാണയെ ചെയ്യുള്ളൂ. NDAയുടെ തകൃതിയായൊരു പ്രചരണം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പോളിങ്ങിനായി. അപ്പോൾ എന്തായാലും വളരെ മുന്നേറ്റം നിറഞ്ഞ ഒരു പ്രചരണ ചൂടിലാണ് നമ്മുടെ പള്ളിച്ചൽ വാർഡിലെ NDA സ്ഥാനാർത്ഥിയായ ഹരികുമാറും. ക്യാമറാമാൻ വിജയം സായിക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.